മന്ത്രിക്ക് വന്ന ഒരു മെയിലിൽ നിന്നാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണോ ആരംഭിക്കേണ്ടത് എന്നടക്കമുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ നിന്ന് കുറേയേറെ മെസ്സിമാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. ഞാൻ കായിക വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സമയം മുതൽ പൊതുവിൽ മാധ്യമങ്ങളും കായിക പ്രേമികളെല്ലാം നിരന്തരമായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് മെസ്സിയെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് അന്ന് മെസ്സി വരാനുണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നുണ്ടായിരുന്ന അന്നത്തെ ഗവൺമെൻറ് പ്രഖ്യാപനത്തിൽ നിന്നുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല മലപ്പുറത്തും ഉൾപ്പെടെ വലിയ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ചില പരിശോധനകൾ നടത്തണമെന്നുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ കൂടുതലായി അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറിക്ക് അത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. അപ്പോൾ വകുപ്പിൻ്റെ കൈകളിൽ ലഭ്യമായിട്ടുള്ള ഫയലുകൾ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറിയിട്ടുള്ളത്. അത് ഈ ഘട്ടത്തിൽ അത്രയേ അതിനെപ്പറ്റി പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി വകുപ്പ് കൈമാറിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു ഉചിതമായൊരു തീരുമാനം എടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കും എന്നുള്ളതാണ് അതിനെപ്പറ്റി സൂചിപ്പിക്കാനായിട്ടുള്ളത്. നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇതിൽ വളരെ എന്തെങ്കിലും പാകപ്പിഴ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് പോലീസ് അന്വേഷണത്തിലേക്ക് റെഫറിയോ ആ രീതിയിലുള്ള കാര്യങ്ങൾ? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. നിലവിൽ നമ്മൾ കായിക വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ ആ റിപ്പോർട്ടിന്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അത് ഇപ്പോൾ അത്ര ഒരു പരാമർശം നടത്തേണ്ട ഒരു ഘട്ടം കൂടിയല്ല. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ ചർച്ചകൾ ഗവൺമെന്റ് തലത്തിൽ നടത്തിയതിനു ശേഷം അതൊരു തീരുമാനമെടുക്കും. അതിൽ ഞാൻ നേരത്തെ ഒരു വൺ ലൈനിൽ പറഞ്ഞ തന്നെ അതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുണ്ട്. നാട്ടിൽ നിലനിൽക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഒരു ഗവൺമെന്റ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ക്ലബിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കായിക വകുപ്പിന് മുകളിൽ ഒരു അന്വേഷണം ആവശ്യമായതുകൊണ്ടാണ് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുള്ളത്. ഗവൺമെന്റ് ഉചിതമായ തീരുമാനം എടുത്തതിന് ശേഷം അത് ഗവൺമെന്റ് അറിയിക്കും. ഇപ്പോൾ അതിന്റെ കണ്ടന്റിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, അതിപ്പോൾ പറയാൻ സാധിക്കില്ല. അല്ല, അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച് ചില വാർത്തകൾ വന്നിരുന്നല്ലോ. അപ്പോൾ അതിൽ ഏതൊക്കെ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് തല ചർച്ചകൾ ആരംഭിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമായ അതുകൊണ്ടാണ് ഗവൺമെന്റിലേക്ക് കൈമാറിയത്. ഇത് ഒരു മന്ത്രിക്ക് വന്ന ഒരു മെയിലിൽ നിന്നാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണോ ആരംഭിക്കേണ്ടത് എന്നടക്കമുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചോ ഈ സമയത്ത് വെളിപ്പെടുത്തുന്നത് ഉചിതമായൊരു കാര്യമല്ല. അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല. രഹസ്യ സ്വഭാവത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയ ഒരു ഫയലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉചിതമായ തീരുമാനം എടുത്തതിന് ശേഷം അറിയിക്കും. അത്രയാണ് ഇപ്പോൾ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അങ്ങനെ അന്ന് മുതലേ നിലനിൽക്കുന്ന ഏറിൽ നിലനിൽക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ടല്ലോ, സാമ്പത്തികമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ തന്നെ. അപ്പോൾ അതേ സംബന്ധിച്ച് വിശദമായ അന്വേഷണ ശേഷം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി നടത്തിയ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഗവൺമെന്റ് പ്രതികരിക്കുമ്പോൾ നമ്മളുടെ ക്യാബിനറ്റിൽ വരേണ്ടതാണോ അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണോ, അതിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഉണ്ടായിരുന്നത് സത്യമാണ്. കായിക വകുപ്പിൽ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ രണ്ട് കാരണങ്ങളാണ് അന്വേഷണത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, മെസ്സിയെ വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പലപ്പോഴും ചോദിച്ചുള്ള ചോദ്യമാണ്. കേരളത്തിലെ കായിക പ്രേമികളും ചോദിച്ചുള്ള ചോദ്യമാണ്. ഞങ്ങളുടെ കൺസേൺ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ നിന്ന് കുറേയേറെ മെസ്സിമാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. പക്ഷെ എന്നാൽ കൂടി കേരളത്തിലെ കായിക പ്രേമികൾക്ക് മെസ്സിയുടെ വരവ് വലിയ ആവേശത്തോടു കൂടി അവരെല്ലാം വലിയ ആഘോഷത്തോടു കൂടി പറയുന്നതാണ്. മലപ്പുറം ജില്ലയിലും മലബാറിലൊക്കെ തന്നെ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ ആഘോഷമായിട്ടാണ് സ്വീകരിക്കപ്പെട്ടത്. അപ്പോൾ അതുപോലെ തന്നെ അവർ വലിയ നിരാശരുമായിരുന്നു. സ്വാഭാവികമായും ഒരുപാട് പരാതികൾ ആ തലത്തിൽ വന്നു.
അതിലുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതും അന്നൊക്കെ പിന്നെ എയറിൽ ഉണ്ടായിരുന്നതുമായ ഒരുപാട് പരാതികളൊക്കെ ആ തലത്തിൽ വന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ വകുപ്പിൻ്റെ കൈവശമുള്ള കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് കൈവശമുള്ള നടത്തിയിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഫയലുകൾ പരിശോധിക്കുമ്പോൾ ആ ഫയലുകളിൽ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് കൈമാറി. ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു കമന്റ് ഇപ്പോൾ പറയും. ഒരു കാര്യം, ഒരു ചെറിയൊരു സംശയം. കാരണം ഇത് ഇത്തരം ഒരു അന്വേഷണം, താങ്കളൊരു സ്പോർട്സ് മിനിസ്റ്ററാണ്. ഈ സംഭവം ഒരു പ്രമുഖ മലയാള പത്രമാണ് ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഒഴിഞ്ഞു മാറും. താങ്കൾക്കൊരു നിലപാടില്ലേ കേരളത്തിലെ കായിക പ്രേമികൾക്കും? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ രീതിയിലല്ല നിങ്ങൾ മാധ്യമങ്ങൾ എന്നോട് ഈ കാര്യം ചോദിക്കുന്നത്. ഞാൻ ഈ കായിക വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം കായിക വകുപ്പിന്റെ മന്ത്രി എന്ന നിലയ്ക്കാണ്. ആസ് എ മിനിസ്റ്റർ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഞാൻ പാലിക്കേണ്ടതായ ചില ഔചിത്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനതിൽ പിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതായ ചില രഹസ്യ സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ അത് പുറത്തു പറയേണ്ട ഘട്ടമല്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെന്റിലെ പരിഗണനയിലേക്ക് കൈമാറിയ ഒരു ഫയലിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അത് പറയേണ്ട സമയത്ത് ഉചിതമായ സമയത്ത് തന്നെ പറയും. ഇന്നൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് പിന്നെ നിങ്ങളത് ചോദിച്ചു, അതുകൊണ്ട് അതിനെപ്പറ്റി പ്രതികരിച്ചുകൊണ്ടാണ്. ഞങ്ങൾക്ക് നിലപാടില്ലാത്തതുകൊണ്ടല്ലോ, ഗവൺമെന്റിന്റെ നിലപാടുള്ളത് കൊണ്ടും കായിക വകുപ്പിന്റെ നിലപാടുള്ളത് കൊണ്ടും കായിക പ്രേമികളുടെ ഇൻട്രസ്റ്റ് എല്ലാ ഘട്ടത്തിലും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണല്ലോ അവരുടെ പരാതി വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ചില കാര്യങ്ങളിൽ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത, കൂടുതൽ വകുപ്പല്ല അതിനേക്കാൾ മുകളിലുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെങ്കിൽ കൂടുതൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഏജൻസികൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ തീരുമാനം എടുത്തു പോകണം. അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയത്. എനിക്ക് നിലപാടില്ലാത്തതുകൊണ്ടല്ല, ഞാനത് ഈ ഘട്ടത്തിൽ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്.